അനാവശ്യമായി ദേഷ്യം പിടിക്കരുത്, ചൂടാവരുത്. ഇനി ചൂടായാൽ തന്നെ അത് നിയന്ത്രിക്കാൻ, കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്നാണ് ഖുതുബയിൽ പറഞ്ഞിട്ടുള്ളത്. ദേശത്തെപ്പറ്റി മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റഈസുൽ മുഅ്ദിയാത്ത്, എല്ലാ ദോഷങ്ങളുടെയും എല്ലാ അപകടങ്ങളുടെയും തലവൻ, ഹെഡ് എന്നാണ് ദേശത്തെപ്പറ്റി ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ചൂടാവുമ്പോഴാണല്ലോ ചീത്തവിളിയും കുത്തലും കൊല്ലലും തല്ലലും ഒക്കെ നടക്കുന്നത്. അപ്പൊ എല്ലാ ദോഷങ്ങളുടെയും ഹെഡ് അത് ദേഷ്യമാണ്, കോപമാണ്. ഇതെവിടെയാ റാസിമാം ചർച്ച ചെയ്യുന്നത്? സുജൂദ് ചെയ്യുന്നത് കൊണ്ടുള്ള കുറേ ഗുണങ്ങൾ മഹാനവറുകൾ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു. സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക് ദേഷ്യം കുറയും, ചൂടന്മാരായിരിക്കൂല. കൂടുതൽ സുജൂദ് ചെയ്യുന്നവർ ദേഷ്യം കുറഞ്ഞവരായിരിക്കും. എന്തുകൊണ്ട്? ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും അഷ്റഫായ ഉളുവ്, ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് പറയുന്നത് അവന്റെ മുഖ. ആ ഏറ്റവും ആദരണീയമായ മുഖം കൊണ്ടുപോയിട്ട് ഒരാൾ നിലത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് വിനയത്തിന്റെ അങ്ങേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് കിബറ് കുറയും, വിനയം കൂടും. ഈ കിബറാണ് മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്നത്. ഓന്റെ വലുപ്പത്തിനനുസരിച്ച് ആളുകളെ കിട്ടാതിരിക്കുമ്പോൾ ഓന്റെ വലുപ്പത്തരം കാട്ടാൻ വേണ്ടിയിട്ട് അഹങ്കാരം കൊണ്ടാണ് മറ്റുള്ളവരോട് ചൂടാവുന്നത്. അതേസമയം ഒരാൾക്ക് വിനയം കൂടി കിബറ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ ദേഷ്യം കുറഞ്ഞ ആളായിരിക്കും. സുജൂദ് കൊണ്ട് ദേഷ്യം കുറക്കാൻ പറ്റുമെന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഒരാൾ ദേഷ്യം കുറക്കുകയാണെങ്കിൽ എല്ലാ ദോഷങ്ങളും സ്വാഭാവികമായിട്ടും കുറഞ്ഞു കിട്ടും. ശരിക്കും വൽപ്പത്തരം കൂടുമ്പോൾ ദേഷ്യം കൂടല്ലല്ലോ വേണ്ടത്, കുറയല്ലേ വേണ്ടത്. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി സയ്യിദൻ വ ഹസൂറൻ വ നബിയ്യൻ മിനസ് സ്വാലിഹീൻ, സയ്യിദാണെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പരിചയപ്പെടുത്തിയത്? പല കാരണങ്ങളും മുഫസ്സിരീങ്ങൾ പറഞ്ഞപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനവറുകൾ സയ്യിദാമാനുള്ള കാരണം അല്ലദീ ലാ യഗ്ലിബുൽ ഗളബ്, ദേഷ്യം പിടിച്ച് കൺട്രോൾ തെറ്റുന്ന സ്വഭാവം യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നില്ല. ദേഷ്യം നിയന്ത്രിച്ചത് കൊണ്ടാണ് സയ്യിദ് എന്ന ടൈറ്റിൽ മഹാനവറുകൾക്ക് അല്ലാഹു തആല വകവെച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നേതാക്കന്മാരാകുമ്പോൾ ദേഷ്യം കുറയാ വേണ്ടത്. ശൈത്താനിന്റെ ഏറ്റവും വലിയ ഇടപെടൽ മനുഷ്യനിൽ ഉണ്ടാവുന്നത് എപ്പോഴാ? ഖുതുബയിൽ പറഞ്ഞു, ദേഷ്യം പിടിക്കുമ്പോഴാണ് ഒരു മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ ശൈത്താൻ ഇടപെട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ശൈത്താനിന്റെ ശർറിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രത്യേകം പറഞ്ഞൊരു മേഖലയാണ് മനുഷ്യനിക്ക് ദേഷ്യം പിടിക്കുമ്പോൾ. രണ്ടാളുകൾ നബി തങ്ങളുടെ മുന്നിൽ വെച്ച് ശക്തമായ ചീത്തവിളി, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളി. ഒരാളുടെ മുഖം ചോന്നിട്ടുണ്ട്, അയാളുടെ ഞെരുമ്പുകളെല്ലാം വീർത്തു പൊന്തിയിട്ടുണ്ട്, ദേഷ്യം കൂടിയിട്ട്, പ്രഷർ കൂടിയിട്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾ ഒരു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുകയാണെങ്കിൽ ലദഹബ അൻഹു മാ യജിദു, അയാളെ ദേഷ്യമെല്ലാം പോയി കിട്ടും. അപ്പൊ ശൈത്വാനാണ് മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് ശൈത്വാനിന്റെ ശർറിൽ നിന്ന് ദേഷ്യം പിടിക്കുമ്പോൾ കാവൽ തേടണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വ ഇമ്മാ യൻസഗന്നക ശൈത്വാനു നസഗുൻ ഫസ്തഇദ് ബില്ലാഹ്, ശൈത്വാൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ, ശൈത്വാൻ നിങ്ങളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾ കാവൽ തേടണം. എപ്പോഴാ ഒരു മനുഷ്യനെ ശൈത്വാൻ ഏറ്റവും കൂടുതൽ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നത്? ഇൻദൽ ഗളബി, ദേഷ്യം പിടിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, ഒരു മൂന്ന് കാരണങ്ങൾ മനുഷ്യന്റെ ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളത് എനിക്ക് 3 കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പഴയ കാലത്ത് ഒരാൾ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു പോലും. അപ്പം അയാൾക്ക് ഇതൊന്ന് നിയന്ത്രിക്കണം, ദേഷ്യം ഒന്ന് കുറക്കണം. അതിനെന്താ മാർഗം? അപ്പോൾ സുഹൃത്തുക്കളെ കയ്യിൽ അയാൾ 3 കടലാസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരായി 3 കടലാസിലെ ഓരോ കടലാസും എനിക്ക് കൊടുത്തു തന്നാൽ മതി. അപ്പം എൻ്റെ ദേഷ്യം സ്വാഭാവികമായിട്ടും നീങ്ങുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഒരു സമയത്ത് അയാൾ ദേഷ്യം പിടിച്ചപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട 3 ആളിൽപ്പെട്ട ഒരാൾ ആദ്യമായിട്ട് ഒരാൾ കടലാസ് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ ആ കടലാസിൽ എന്താ എഴുതിയിട്ടുള്ളത്? ഇന്നക ലസ്ത ബിഇലാഹിൻ ഇന്നക അൻത ബശറുൻ, നീ ദേഷ്യം പിടിക്കാൻ അള്ളയൊന്നും അല്ലല്ല, ദൈവമൊന്നും അല്ലല്ല, മനുഷ്യനല്ലേ. യഅകുലു ബഅലക ബഅല, നിന്റെ മരണശേഷം ശരീരത്തെ പുഴുവരിച്ച് തിന്നാനുള്ളതാണ്, പിന്നെ എങ്ങനെയാടാ നീ ദേഷ്യം പിടിക്കുന്നത് എന്നാണ് ആ കടലാസിൽ എഴുതിയിട്ടുള്ളത്. അത് വായിച്ചപ്പോൾ അയാളുടെ പകുതി ദേഷ്യം കുറഞ്ഞു കിട്ടു.
രണ്ടാമത്തെ കടലാസും കൂടി കൊണ്ടുവന്നു കൊടുത്തു. ഇർഹം മൻ ഫിൽ അർളി യർഹംക മൻ ഫിസ് സമാ. പടച്ച റബ്ബ് നിനക്ക് കാരുണ്യം ചെയ്യണമെങ്കിൽ പടപ്പുകളോട് സ്നേഹവും കാരുണ്യം വേണം. ദേശം പിടിക്കുന്നവനിക്ക് എവിടെയാണ് സ്നേഹവും കാരുണ്യവും? രണ്ടാമത്തെ കടലാസ് വായിച്ചപ്പോഴത്തേക്കും അയാളെ ദേശം പൂർണ്ണമായിട്ട് നീങ്ങിപ്പോയി. മൂന്നാമത്തെ കടലാസിൽ എന്താ ഉള്ളത്? ജനങ്ങൾക്കെതിരെ നീ നടപടി സ്വീകരിക്കുമ്പോ, ജനങ്ങളെ നീ ശിക്ഷിക്കുമ്പോ, നീ ചൂടാകുമ്പോ അള്ളാന്റെ ഹക്കിന് വേണ്ടിയിട്ട് ചൂടാവണം, അള്ളാന്റെ ഹക്കിന് വേണ്ടിയിട്ട് ശിക്ഷിക്കണം. 10 വയസ്സ് തികഞ്ഞ കുട്ടി നിസ്കരിക്കാതിരിക്കുമ്പോ അടിക്കണം, ദേഷ്യം പിടിക്കണം. അത് പടച്ചോന് വേണ്ടിയിട്ടാ. ഉസ്താദന്മാരും അധ്യാപകന്മാരും വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നുണ്ടാവും. അത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. പടച്ചറപ്പിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം, കുട്ടികൾ പഠിച്ച് ഭാവിയിൽ നല്ല ഉഷാറാവണമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്, അങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത്. അതിനൊരിക്കലും കുറ്റപ്പെടുത്താനില്ല. ഇങ്ങനെ മനുഷ്യന്റെ ദേശം നിയന്ത്രിക്കാൻ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന ചിന്ത വരണം. അതുകൊണ്ട് തന്നെയാണല്ലോ ദേഷ്യം പിടിക്കുമ്പോൾ നിൽക്കുന്നവനോട് ഇരിക്കാനും ഇരിക്കുന്നവനോട് കിടക്കാനും പറഞ്ഞിട്ടുള്ളത്. എന്താ അതിന്റെ കാരണം? ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യൻ ദേഷ്യം പിടിക്കുമ്പോൾ നിൽക്കുന്നിടത്ത് ഇരുന്നു അല്ലെങ്കിൽ ഇരിക്കുന്നവൻ കിടന്നാൽ അവൻ ഭൂമിയോട് കൂടുതൽ അടുത്തല്ലോ. ഭൂമിയിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ മനുഷ്യൻ എന്താ ചിന്തിക്കേണ്ടത്? ഞാൻ ഈ ഭൂമിയിലെ മണ്ണിൽ നിന്ന് ഉണ്ടായവനാണെന്നും ഈ ഭൂമിയിലേക്ക് ഞാൻ മടങ്ങിപ്പോവാനുള്ളവനാണെന്നും ചിന്തിക്കണം. ആ ചിന്തയാണ് ശരിക്കും ഇരുത്തത്തിലും കിടത്തത്തിലും മനുഷ്യനിക്ക് വരുമ്പോൾ അവന്റെ ദേഷ്യം സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരും. അപ്പോൾ മീറ്റിംഗ് എല്ലാം കൂടുമ്പോൾ ദേഷ്യം പിടിക്കുന്ന ആളെ പിടിച്ചിട്ട് ഇരുത്തണം, ഇരുന്നിട്ടും ശരിയാണെന്നില്ലെങ്കിൽ പിടിച്ച് കിടത്തണം. പിന്നെന്താ കാട്ടല്? അങ്ങനെ ചെയ്യുമ്പോൾ അവന്റെ ദേഷ്യം സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ അവസാനം ഖുതുബയിൽ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ദേഷ്യം പിടിച്ച് ആ ദേശത്തിനനുസരിച്ച് ശിക്ഷിക്കാനൊക്കെ കഴിവുണ്ടായിട്ടും ദേഷ്യം മറച്ചു വെച്ചു. മൻ ഖലമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദ. ദേശം നടപ്പിലാക്കാൻ കഴിവുണ്ടായിട്ടും ഒരാൾ ദേശം മടക്കി വെച്ചാൽ ദഅഹുല്ലാഹു അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എല്ലാ പടപ്പുകളുടെയും മുന്നിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിളിക്കും. എന്നിട്ട് അവനോട് പറയും, നീ ഇഷ്ടമുള്ള ഹൂറിലീങ്ങളെയും കൊണ്ട് സ്വർഗത്തിൽ പോയിക്കോ. ഇങ്ങനെ ഹൂറിലീങ്ങളെ തെരഞ്ഞെടുത്ത് സ്വർഗത്തിൽ പോകാൻ അവസരം കിട്ടുന്നവരാണ് ദേശം അടക്കി വെക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ഉളു എടുക്കുന്നത്, ദേഷ്യം പിടിക്കുമ്പോൾ ഉളു എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗസാലി ഇമാം ഉളു എടുക്കൽ സുന്നത്താണെന്ന് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചൂട് തന്നെയാണല്ലോ ദേശത്തിന് നമ്മൾ പറയാം. അപ്പൊ ചൂട് കൂടുമ്പോൾ വെള്ളം കൊണ്ട് തണുപ്പിച്ചാൽ ചൂട് സ്വാഭാവികമായിട്ടും കുറഞ്ഞു പോകുന്ന. അപ്പൊ അതുകൊണ്ട് ഒളു എടുക്കുക, നിൽക്കുന്നിടത്ത് നീ ഇരിക്കുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ദേശം നമ്മൾ കൺട്രോൾ ചെയ്യണം. അല്ലാതെ ദേശത്തിനനുസരിച്ച് പെരുമാറാൻ നിന്നാൽ, ഖുതുബയിൽ നിങ്ങൾ കേട്ടു, യഖൂലു മാ യഖൂലു വയഫ്അലു മാ യഫ്അലു. പറയേണ്ടതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും ബുദ്ധിയുള്ള സമയത്ത് ചെയ്തതല്ല, പിന്നീട് വലിയ ഖേദമായി മാറും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് ത്വലാഖ് ചെല്ലുന്നിടത്ത് പറഞ്ഞില്ലേ, ഒരാൾ ദേശത്തിൽ ത്വലാഖ് ചെല്ലിയാലും ത്വലാഖ് സംഭവിക്കും. കാരണം ദേഷ്യം എന്ന് പറയുന്നത് ഓന്റെ കുഴപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഓനിക്ക് അതിനനുസരിച്ച് മാപ്പ് കൊടുക്കാനാവൂല. ദേശത്തിൽ എത്രയാ ത്വലാഖ് സംഭവിക്കുന്നത്. അപ്പോ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മുടെ വാക്കുകൾ നിയന്ത്രിക്കണം, നമ്മുടെ പ്രവർത്തികൾ നിയന്ത്രിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ നബിയിൽ മുസ്തഫ.